നമ്മൾ ഓണത്തെക്കുറിച്ച്, കേരളത്തെക്കുറിച്ച്, നമ്മുടെ ഗൃഹാതുരതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രവാസികളെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ടതുണ്ട്. ജോലി തേടി കുവൈറ്റിലെത്തുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായിരിക്കുന്നു. ഈ വർഷത്തെ സെൻസെക്സ് പ്രകാരം 30,000 ഇന്ത്യക്കാരാണ് പുതിയതായി ജോലി തേടി കുവൈറ്റിലെത്തിയത്. കുവൈറ്റിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു. പുതിയ സ്റ്റാറ്റിക്കൽ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം ആദ്യപാദത്തിൽ 8,89,000 കുവൈറ്റിൽ ഇന്ത്യൻ തൊഴിലാളികളുടെ എണ്ണം. കഴിഞ്ഞ വർഷത്തേക്കാളും 30,000 തൊഴിലാളികളുടെ അധിക വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈജിപ്ഷ്യൻ തൊഴിലാളികളാണ് രാജ്യത്ത് പ്രവാസികളെ രണ്ടാമത്. 4,76,000 ഇവരുടെ എണ്ണം. കഴിഞ്ഞ വർഷത്തേക്കാളും അധിക വർധനവാണ് ഇവരുടെ കണക്കിലും കാണിച്ചിരിക്കുന്നത്. കുവൈത്ത് പൗരന്മാർ രാജ്യത്തെ തൊഴിലാളികളുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്താണ്. നിലവിൽ 4,58,000 കുവൈറ്റുകളുടെ എണ്ണം. മൊത്തം മനുഷ്യശേഷിയുടെ 15.6%. ഒരു വർഷം മുമ്പ് വരെ 4,49,000 ഈ കണക്ക്. ഈ വർഷം വർധനവുണ്ടായി. ബംഗ്ലാദേശി തൊഴിലാളികളുടെ എണ്ണം സംഖ്യയിൽ 4-ാം സ്ഥാനത്തും ഫിലിപ്പീനുകൾ 5-ാം സ്ഥാനത്തുമാണ്. ഫിലിപ്പീൻ തൊഴിലാളികളുടെ എണ്ണത്തിൽ വളരെയധികം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തൊഴിൽ നടപടികളുണ്ടായ ചില മാറ്റങ്ങളാണ് ഇതിന് കാരണമെന്ന് കണക്കാക്കുന്നു. പുതിയ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ വിദേശികളിൽ 26.9% വീട്ടുജോലിക്കാരാണ്. ഗാർഹിക തൊഴിലാളികളിൽ സ്ത്രീകളും പുരുഷന്മാരുമായി 1.1% വർദ്ധിച്ച് 7,80,000 കഴിഞ്ഞിരിക്കുന്നു. വനിതാ ഗാർഹിക സഹായികളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെ ഫിലിപ്പീനിൽ നിന്നുള്ള വനിതകളാണെങ്കിലും കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം അവരുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഗാർഹിക തൊഴിലാളികളുടെ പുരുഷന്മാരുടെ എണ്ണത്തിൽ ഇന്ത്യ 1-ാം സ്ഥാനത്താണ്. 2,48,000 ആൾക്കാരാണ് കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളായി ജോലി ചെയ്യുന്നത്. രാജ്യത്തെ മൊത്തം പ്രവാസി ഗാർഹിക തൊഴിലാളികളിൽ 44.7% ഇന്ത്യൻ പുരുഷന്മാരും സ്ത്രീകളും ചേർന്നതാണ്. കുവൈറ്റിലെ വിവിധ തൊഴിൽ മേഖലകളിൽ വളരെ ഉയർന്ന വരുമാനമുള്ള ജോലി സ്ഥലങ്ങളിലും അതുപോലെ തന്നെ മിനിമം വേതനമുള്ള തൊഴിലിടങ്ങളും ഇന്ത്യക്കാർ തങ്ങളുടെ സേവനം നൽകി വരുന്നു. തൊഴിലിടങ്ങളിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും നിയമപരമായ സാധുതകൾ സ്വീകരിച്ച് അതിനെ അതിജീവിക്കുന്നവരും അതല്ലാതെ നിയമ നടപടികൾ നേരിട്ട് സ്വന്തം രാജ്യങ്ങളിൽ തിരിച്ചു പോകുന്നവരിലും പ്രവാസികളിൽ ഉൾപ്പെടുന്നു. ജോലി ചെയ്യുന്ന രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആത്മാർത്ഥമായ സേവനം നൽകുന്നതോടൊപ്പം മാതൃരാജ്യത്തിൻ്റെ സാമ്പത്തികമായ ഒരു മുതൽക്കൂട്ടാണ് ഓരോ പ്രവാസിയും. കുടുംബത്തിൻ്റെ താങ്ങും തണലുമായി ഓരോ പ്രവാസിയും നിലകൊള്ളുന്നു. കുവൈറ്റിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.